കത്തോലിക്ക സഭയുടെ കേന്ദ്രമാണല്ലോ റോം. റോം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് പള്ളികളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര റോമിലെ കുറച്ച് ഫേമസ് ആയ ബസിലിക്കകൾ കാണാനാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പിരമിഡ് കണ്ടു. റോമിലെ 4 മാർപ്പാപ്പ ബസിലിക്കകളിൽ ഒന്നാണിത്. റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈനാണ് ഈ പള്ളി സ്ഥാപിച്ചത്. സെന്റ് പോളിന്റെ ശ്മശാനത്തിന്റെ മുകളിലാണ് ഈ പള്ളി സ്ഥാപിച്ചേക്കുന്നത്. ഇതാണ് വിശുദ്ധ പൗലോസിനെ അടക്കിയേക്കുന്ന സ്ഥലം. ഇതൊരു ആശ്രമമാണ്. ഇവിടെ 3 ദേവാലയങ്ങളാണുള്ളത്. ഒന്ന് വിശുദ്ധ അനസ്താസിയയുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന പള്ളി, രണ്ടാമത്തേത് വിശുദ്ധ പൗലോസിനെ ജയിലിൽ പാർപ്പിച്ചെടുത്ത് പണിഞ്ഞ പള്ളി, വിശുദ്ധ പൗലോസിന്റെ തല വെട്ടിയെടുത്താണ് 3ാമത്തെ പള്ളി. ഇവിടെയാണ് വിശുദ്ധ പൗലോസിനെ വധിക്കുന്നതിന് മുമ്പ് ജയിലിൽ പാർപ്പിച്ചത്. ഇവിടെയാണ് ജയില്. അത് കുറച്ച് നടന്ന് ഇതാണ് തല വെട്ടിച്ചത്. വിശുദ്ധ പൗലോസിന്റെ തല വെട്ടാനായിട്ട് ഈ വഴി കൂടെയാണ് കൊണ്ടുപോയത്. പണ്ടിവിടെ കല്ല് പാതേക്കായിരുന്നു. ഇപ്പൊ അവരാണെങ്കിൽ ടാർ ചെയ്തെങ്കിലും ഇതിന്റെ ചെറിയ ഭാഗങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസിന്റെ തല വെട്ടിയ സ്ഥലം ഇപ്പൊ ഒരു പള്ളിയാണ്. നമുക്ക് അകത്ത് പോയി പള്ളി ഒന്ന് കണ്ടു നോക്കാം. ഇത് പണ്ടത്തെ കാലത്തെ മാർബിളാണ്. ഇതിന്റെ കളറൊക്കെ പോയി. ഇനിയും കൂടുതൽ അത് നശിക്കാതെ ഇരിക്കാനായിട്ട് അവർ വേലിയെട്ടി സൂക്ഷിക്കുകയാണ്. ഈ കല്ല് വെച്ചാണ് വിശുദ്ധ പൗലോസിന്റെ തല വെട്ടിയത്. ഇവിടെയാണ് വിശുദ്ധ പൗലോസിന്റെ തല വെട്ടിയത്. അത് വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിങ്ങോട്ട് തെറിച്ചു. അതിന് അപ്പുറത്ത്, അതിൻ്റെ അപ്പുറത്ത്, അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഫൗണ്ടൻ എന്ന് പേരിട്ടത്. ഇതിൻ്റെ അടിയിൽ ചെറിയൊരു അരുവയുണ്ട്. ഇങ്ങോട്ടാണ് വിശുദ്ധ പൗലോസിന്റെ തല രണ്ടാമതായിട്ട് തെറിച്ചു വീണത്. ഏറ്റവും ലാസ്റ്റായിട്ട് ഇങ്ങോട്ടാണ് തെറിച്ചു വീണത്. ഇതിന്റെ 3 എണ്ണത്തിന്റെ അടിയിൽ കൂടെ ഒരു ഓർമ്മയുണ്ട്. ഓർവയുടെ മുകളിൽ തന്നെ വിശുദ്ധ പൗലോസിന്റെ തലയുടെ സ്റ്റാച്ചു ഉണ്ട്. ഈ കാണുന്ന ഈ സ്റ്റാച്ചു ഇല്ലേ, ഇത് വിശുദ്ധ ബെർണാഡ് പുണ്യാളന്റെ സ്റ്റാച്ചു ആണ്. ഈ സ്ഥലം അറിയപ്പെടുന്നത് ഹോളി ലാൻഡ് ഓഫ് റോം എന്നാണ്. എന്തുകൊണ്ടായിരിക്കും ഈ പേര് വന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഈ ബസിലിക്കയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇതൊരു മൈനർ ബസിലിക്കയാണ്. ഈ ബസിലിക്കയുടെ പേര് സാന്റാക്രോസ് ഇൻ ജെറുസലേമിൽ നിന്നാണ്. കാരണം ഈ ബസിലിക്ക പണിയാനുള്ള മണ്ണ് കൊണ്ടുവന്നത് ജെറുസലേമിൽ നിന്നാണ്. ഇതാണ് ഈ ബസിലിക്കയിലെ മെയിൻ അൾത്താര. ഈ ബസിലിക്ക മുഴുവൻ ഈശോയുടെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഈ കുരിശിന് മുകളിൽ ഇരുന്ന INRI അതിൻ്റെ ഫലമാണ് ഇത് കണ്ടോ. ഇത് വലതുവശത്തെ കള്ളൻ്റെ കുരിശിൻ്റെ ഭാഗം. അതുപോലെ തന്നെ ഇത് ഈശോയുടെ കാലനടുത്ത ആണിയാണ്, മുള്ളാണി ആണി. അതുപോലെ തന്നെ അത് മുൾക്കിരീടത്തിൻ്റെ ഭാഗം. ഇത് കയ്യനടുത്ത ആണി. ഇത് തോമാശ്രീയുടെ വിരലിൻ്റെ അറ്റായി ഈശോയുടെ തിരുമുറി വെച്ച വിരലിൻ്റെ അറ്റ. ടൂറിലെ തിരുക്കച്ചയുടെ ഒരു ഭാഗമാണിത്.
ഇതുപോലത്തെ ഒരു കോപ്പി നമ്മുടെ ചേർപ്പങ്കൽ പഴയ പള്ളിയിലും ഉണ്ട്. ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഈശോയുടെ മുഖം കാണാം. ഇതാണ് ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധ. ഈ വിശുദ്ധയുടെ പേര് അന്തോണീത്ത മിയോ എന്നാണ്. കാലിൽ ക്യാൻസർ വന്നുകൊണ്ട് കാല് മുറിച്ച് കളയേണ്ടി വന്നു. ഈശോനെ കാണാനുള്ള ഒരു കഴിവ് കിട്ടി. ഇത് അന്തോണീത്തോൻ്റെ കുറച്ച് സാധനങ്ങളാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയാണിത്, ഹെലേന രാജ്ഞി. ക്രിസ്ത്യാനിറ്റി ഉണ്ടാകാനുള്ള കാരണം ഈ രാജ്ഞിയാണ്. ഈ രാജ്ഞിയുടെ സ്റ്റാച്യു വത്തിക്കാനിലും ഉണ്ട്. ഈ പള്ളിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ലോകത്തുള്ള എല്ലാ കത്തോലിക്ക പള്ളികളുടെയും അമ്മ പള്ളിയാണിത്. ഈ ഡോറിനൊരു പ്രത്യേകത ഉണ്ട്. 25 വർഷത്തിൽ ഒരിക്കലേ ഈ ഡോർ തുറക്കത്തുള്ളൂ. ക്രിസ്ത്യാനിറ്റി നിലവിൽ വന്നതിന് ശേഷം ആദ്യമേ പണിഞ്ഞ പള്ളിയാണിത്. റോമിലുള്ളത് വെച്ച് 3ാമത്തെ വലിയ ബസിലിക്കയാണിത്. പുതിയ മാർപ്പാപ്പനെ തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ വന്ന് കുർബാന എല്ലാറുണ്ട്. ഈ സീലിംഗ് ഫുള്ള് ഗോൾഡും കൊണ്ട് തീർത്തതാണ്. ഈശോയുടെ 12 ശിഷ്യന്മാരുടെ സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രധാന അൾത്താര. പണ്ട് കാലത്ത് മാർപ്പാപ്പയ്ക്ക് മാത്രമേ ഇവിടെ നിന്ന് കുർബാന എല്ലാം അധികാരം ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. ഇവിടെയാണ് ഹോളി സ്റ്റെപ്സ് ഉള്ളത്. ഈശോയുടെ മരണത്തിന് വിധിച്ചതിന് ശേഷം പീലാത്തോസിന്റെ അടുത്തേക്ക് നടന്നു കയറുന്ന സ്റ്റെപ്പാണിത്. ഈ സ്റ്റെപ്പിൽ മുട്ടുകുത്തി വേണം കയറാൻ. അത് മാത്രമല്ല വീഡിയോ അലൗഡ് അല്ല. അപ്പം ഞങ്ങൾ എന്തായാലും പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ഈ സ്റ്റാച്ചു ഉണ്ടോ? ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഫ്രാൻസിസ് അസീസി ഇന്നസെന്റ് മൂന്നാമൻ്റെ അടുത്ത് സഫ് ഉണങ്ങാൻ അനുമതി ചോദിച്ചുകൊണ്ട് വന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വേഷമൊക്കെ കണ്ടിട്ട് ഇന്നസെന്റ് മൂന്നാമൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും കേൾക്കണ്ട, പോയി എൻ്റെ പന്നികളോട് മിണ്ടാൻ. ആ രാത്രി അദ്ദേഹം ഇന്നസെന്റ് മൂന്നാമൻ ബാൽക്കണിക്കൂടെ നോക്കിയപ്പം ഫ്രാൻസിസ് അസീസി പന്നികളോട് മിണ്ടുന്നു കണ്ടു. അത് കഴിഞ്ഞിട്ട് സഫ് ഉണങ്ങാൻ അനുമതി കൊടുത്തു. ആ സ്റ്റാച്ചു ഇരിക്കുന്നിടത്തായിരുന്നു പണ്ടത്തെ പന്നിക്കൂട്. ഉയർത്തെഴുന്നേറ്റ ഈശോ ഇവിടെ വെച്ച് വിശുദ്ധ പത്രോസിനെ പ്രത്യക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പത്രോസ് ഈശോയോട് ചോദിച്ചു, കുവാദിസിനെ ചോദിച്ചു. ഞാൻ എഴുതിയിട്ടാണ് കുവാദിസ്. കുവാദിസ് എന്ന് പറഞ്ഞ നാടകമൊക്കെ ഉള്ളതാണ്. നീ എങ്ങോട്ട് പോകുന്നു ചോദിച്ചു. ആ സ്ഥലമാണത്. AD 3-ാം നൂറ്റാണ്ടിൽ ചർച്ച് ഓഫ് റോമിന്റെ സെമിത്തേരി ആയിരുന്നു ഇത്. രക്തസാക്ഷികളും മാർപ്പാപ്പമാരും ഉൾപ്പെടെ 500,000-ത്തിലധികം ആൾക്കാരെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ഇവിടെ കയറണമെങ്കിൽ പാസ് എടുക്കണം. ഇവിടെ വീഡിയോ അലൗഡ് അല്ല. ഞങ്ങൾ എന്തായാലും പോയി കണ്ടിട്ട് വരാം. ഇതൊരു ഗൈഡഡ് ടൂറാണ്. പല ഭാഷയിൽ ഇവർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊരു അണ്ടർഗ്രൗണ്ട് സെമിത്തേരിയാണ്. ഇതിന് 3 നിലകളാണുള്ളത്. സെന്റ് സെബാസ്റ്റ്യന്റെ ടോംബും ഇവിടെയാണുള്ളത്. റോമിൽ പോയാൽ നമുക്ക് പൈസ കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം എല്ലായിടത്തും ഇങ്ങനത്തെ ഒരു ഉറവ കാണും. ഇത് മഞ്ഞുമാതാവിന്റെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഉണ്ണീശോയുടെ അടിയിൽ ഒരു ഫലകയുണ്ട്. അത് കാലിത്തൊഴുത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നെന്നാണ് വിശ്വസിക്കുന്നത്.
മൈക്കിൾ ആഞ്ചലോയുടെ കുറേ കലാസൃഷ്ടികൾ ഈ ബസിലിക്കയിലുണ്ട്. വിശുദ്ധ പത്രോസിനെ ബന്ധിച്ചിരുന്ന ചെങ്ങലയാണ് അത്. രണ്ട് മൂന്ന് മാസം എടുത്താലും കണ്ടു തീർക്കാൻ പറ്റാത്ത അത്രയും പള്ളികളും വിശുദ്ധ വസ്തുക്കളും ഉണ്ട് റോമിലെ കാഴ്ചകൾ ഇതും കൊണ്ടൊന്നും തീരുന്നില്ല. റോമിലെ പുത്തൻ കാഴ്ചകളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും മാളുമിന് വ്ളോഗ് സൈനിങ് ഔട്ട്.